റിസൾട്ട് അവിടെ വെച്ച് റിസൾട്ടൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ഷോ കണ്ടിപ്പോൾ പുറത്തിറങ്ങാണ്. 2025 അദ്ദേഹത്തിന്റെ വർഷമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. തല്ലിപ്പൊളി പടം വളരെ ലാഗാണ്, കണ്ടിരിക്കാനൊന്നും കൊള്ളില്ല. ഞാൻ അവിടെ വെച്ച് ലാഗില്ലല്ലോ, നല്ല എന്റർടൈനറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. Experience with Mamuka? Oh, it was extremely scary and nervous, but then hopefully I've done justice to his എല്ലാവരും പാത്തിട്ട് മമ്മൂക്ക മികച്ച ഒരു നടനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പല സിനിമകൾ തെളിയിക്കുന്നതാണ്, ഇനിയും തെളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ 2025 അദ്ദേഹത്തിന്റെ വർഷമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്ര വലിയൊരു സിനിമയൊന്നും അല്ല, ആവറേജ് സിനിമ തിയേറ്ററിൽ ഒന്ന് കാണാം. ഒരു തമിഴ് ടച്ച് ഉണ്ട് സിനിമയ്ക്ക്. ഗൗതം മേനോന്റെ ആദ്യ മലയാള ഡയറക്ഷനാണ് അത്. വളരെ മികച്ച സിനിമയാണോ എന്ന് ചോദിച്ചാൽ അത്ര ഒരു മികച്ച സിനിമയല്ല. ഇതിന്റെ സ്ക്രിപ്റ്റും ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സിനിമ എന്നെ പേഴ്സണലി എനിക്ക് നിരാശയുണ്ട്. ഒരു മമ്മൂട്ടിയുടെ ആരാധന നിരാശയുണ്ട്. ഡൊമിനിക് അടിപൊളി. ഞാൻ അഭിനയിച്ചിട്ടില്ല. നല്ല പടം ഡൊമിനിക് അടിപൊളി പടമാണ്. ഇപ്പം നമ്മുടെ പടം നാളെ റിലീസാണ്, ബെസ്റ്റ് നാളെ റിലീസാണ്. അതും കൂടെ കാണും, ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഉറപ്പായിട്ടും 2025 സ്റ്റാർട്ട് വളരെ ഒരു മെഗാ ഹിറ്റിലോട്ട് മമ്മൂട്ടി പോകട്ടെ എന്നാണ്. തല്ലിപ്പൊളി പടം വളരെ ലാഗാണ്, കണ്ടിരിക്കാനൊന്നും കൊള്ളില്ല. അത്രയും ലാഗായിട്ട് നമ്മൾ ഒരു ഇഷ്ടവുമില്ല, ഒരു സസ്യമില്ല. വളരെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു എന്താ പറയുക, ഫസ്റ്റ് പൊട്ടപ്പടം, ഒരു തല്ലിപ്പൊളി പടമാണ് ഈ മമ്മൂട്ടി കമ്പനിയിലൂടെ വന്നത്. നമ്മളൊരു ഗൗതമാസ്തം മൂവിയും പിന്നെ ഒരു മമ്മൂട്ടി കമ്പനി ആ ലെവലിൽ ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ട് വന്നൊരു പടമാണ്. പക്ഷേ അതിൻ്റെ 7 അകലത്തെത്തിയില്ല. വെറും തല്ലിപ്പൊളി പടം, ഒരു വളരെ ലാഗോടെ കൊണ്ടുപോയി അവസാനം നമ്മളൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു, അതുപോലും ഇല്ല. ഒരു വലിയൊരുമായ ഒരു ട്വിസ്റ്റ് ഒന്നല്ല, അത് വളരെ മോശം. ഇച്ചിരി സ്ലോ ആണ് പടം, ഒരു ഇൻ്റർവെൽ വരെ. അത് കഴിഞ്ഞ് പിന്നെ അവസാനമായപ്പോഴത്തേക്കും പടം എല്ലാ കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്ലോയിന് വിശദീകരണമൊക്കെ തരുന്നുണ്ട്. മമ്മൂട്ടി അടിപൊളിയായിട്ടാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് കേട്ടോ. മമ്മൂട്ടിയുടെ ആ ഒരു പെർഫോമൻസിൻ്റെ അടുത്തത്തെ ബാക്കിയുള്ളവർക്ക് അതൊരു പോരായ്മ കൂടി തോന്നി. അവരുടെ മമ്മൂട്ടിയുടെ ആ ഇത് പിടിക്കാനായിട്ടുള്ള ബാക്കിയുള്ളവർക്കായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അവസാനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗൗതമൻ്റെ ആദ്യത്തെ മലയാളം സിനിമ പുള്ളിയുടെ തമിഴ് പടം പോലെയൊന്നും ഒരു സ്പീഡില്ല. അതാണ് ഒരു പ്രശ്നം. നമ്മൾ ഗൗതമന് വാസ്തവന് ഒരു ക്രൈമൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്പീഡ് പടമല്ലേ കണ്ടിട്ടുള്ളത്. ആ ഒരു സ്പീഡിലല്ല പടം പോകുന്നത്. ആ ഒരു കുഴപ്പമായിട്ട് തോന്നുന്നു കേട്ടോ. നല്ല എന്റർടൈനറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. യാതൊരു ലാഗ് എനിക്ക് തോന്നിയില്ല. പിന്നെ കോമഡി പല എലമെൻസും ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കോമഡി ഉണ്ട്, പിന്നെ സെൻറ്റിമെൻറ്റ്സ്, ആക്ഷൻ നമുക്ക് കണക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പറ്റിയൊരു മൂവിയാണ്. ഇത് ഓഡിയൻസിനെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. മമ്മൂട്ടി വളരെ അപ്ഡേറ്റഡാണ്. ഇങ്ങനെ 2-3 വർഷത്തിൽ കൂടി തന്നെ എൻ്റെ ചെയ്യാണ്. ഇനിയും പുള്ളി തോന്നത്തെ നല്ലൊരു മൂവിയാണ്. 100 കോടി വർഷം സാധ്യതയുണ്ട്. എല്ലാവരും തിയേറ്റർ പോയി കാണും. നല്ല എൻ്റർടൈനറാണ്. ഈ വർഷം ഇറങ്ങിയ എന്നെ പടം തന്നെ വരും. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തത് എല്ലാം തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു മൂവിയാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. ഇതുപോലത്തെ ഒരു പെർഫോമൻസ് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുപോലത്തെ ഫൈറ്റൊക്കെ നല്ല രോമാഞ്ചം. അതേപോലെ ഓരോ പുതുമുഖ ആർട്ടിസ്റ്റുകളും തമിഴിൽ നിന്നൊക്കെ അഭിനയിച്ചാൽ എല്ലാവരും അടിപൊളിയായിട്ട്. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഫാമിലി മൊത്ത് കണ്ടാസ്വദിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന മമ്മൂക്കയായാലും നമ്മുടെ നായികയായാലും നമ്മുടെ ഗോകുൽ സുരേഷ് ആയാലും അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ, അമ്മ വേഷം ചെയ്തിരിക്കുന്ന ആ കഥാപാത്രങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി നമുക്ക് അധികം ബലം പിടിച്ചോ ശ്വാസം പിടിച്ചിരുന്നോ കാണേണ്ട രീതിയിലല്ല അദ്ദേഹം ഗൗതമാസ്തേ മേനോൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി മൊത്ത് കോമഡിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയാണ്. നമുക്ക് നടന്നറിയില്ലേ, കാരണം നമുക്ക് ഈ പ്രായത്തിൽ ഇത്ര നല്ല ടാലൻ്റായിട്ട് അഭിനയിക്കാമെങ്കിൽ നമുക്ക് ഒരു കൈയടി കൊടുക്കണം. ഒരു പ്രശംസ അറിയിക്കുന്ന ചിത്രം തന്നെയാണ്. കാരണം ഗൗതമാസ്തേൻ്റെ ആദ്യത്തെ ചിത്രം തന്നെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഇനി എല്ലാ പ്രേക്ഷകരുടെ കാരണം പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പിന്നെ ജീവിത പശ്ചാത്തലമുണ്ട്. എല്ലാം കൊണ്ടും തന്നെ വ്യത്യസ്തമാർന്നൊരു സിനിമ തന്നെയാണ്. അവർ പടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അവർ വലിയ അഭിപ്രായം എന്താണ്, അതിന് പ്രൊമോഷനോ പരിപാടികളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു 2 ബ്രാൻഡ് ഒരുമിക്കുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. GVM ആദ്യമായിട്ട് മലയാളത്തിലൊരു പറയുകയാണ്. അതുപോലെ മമ്മൂട്ടി കമ്പനി എന്നുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ്. ഇവർ രണ്ടുപേരും പറയുമ്പോൾ നമുക്കൊരു ഇവർ പ്രതീക്ഷ തന്നില്ലെങ്കിൽ ഒരു പ്രതീക്ഷ ജനിപ്പിക്കും. ആ ഒരു ലെവലിലേക്ക് സിനിമ വന്നില്ല. അവരൊരു വെറൈറ്റിയാണ് ട്രൈ ചെയ്ത്. ഈ പിന്നെ
മമ്മൂട്ടിയും ഗോകുൽ സുരേഷും തമ്മിലുള്ള കോമഡി ആ ഒരു കെമിസ്ട്രി രംഗങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പക്ഷേ ബാക്കി സിനിമകളിൽ ഇമ്പോർട്ടൻ്റ് റോളായിട്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരാരും അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പെർഫോമൻസ് ഉയർന്നില്ല എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളോട് നമുക്ക് സിനിമകളിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ക്യാച്ചി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രകടനം ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്ന് സിനിമയ്ക്ക് ഉണ്ടായില്ല. ഒരു ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എല്ലാത്തിനും ഒരു സ്ലോ പേസ്, ഒരു പതിഞ്ഞ താളമായിരുന്നു. അപ്പോൾ ഒരു ത്രില്ലർ എന്ന് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനമേ അല്ല. നമുക്കറിയാം ഗൗതമാസ്തേവൻ്റെ പടങ്ങൾ നമുക്കറിയാം, അജിത്തിനെ വെച്ച് സൂര്യയൊക്കെ വെച്ച് ഫാസ്റ്റ് കട്ട് വെച്ച് ചെയ്തിട്ട് ആ ഒരു രീതിയിലേ അല്ല ഈ സിനിമ. മമ്മൂട്ടിയുടെ ക്യാരക്ടറൈസേഷനും ഡയലോഗ് ഡെലിവറി, കുറേ സെൽഫ് ട്രോളുകൾ, അതൊക്കെ രസകരമായിട്ട് തോന്നി. ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന ഒരു അനുഭവം മാത്രമാണ് തോന്നുന്നത്. ഭയങ്കര ചിരിയും കാര്യങ്ങളും ആ ഒരു ഓളം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ അങ്ങനത്തെ ലൈറ്റ് ഹാർട്ടഡ് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് സെക്കൻഡ് ഹാഫ് ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് പടം ജമ്പ് ഓഫ് ചെയ്തത്. അതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് പടം കയറിയായിരുന്നു. പിന്നെ ട്വിസ്റ്റ് ഗംഭീരം, അടിപൊളി ഓവറോൾ അടിപൊളി. എന്തായാലും കണ്ടിരിക്കേണ്ട പടം. കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോംബോ നന്നായിട്ടുണ്ട്, സ്ട്രോങ് ആണ്. മമ്മൂക്കേൻ്റെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നല്ലതായിട്ടുണ്ട്.